ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജഹറയിലാണ് കേട്ടോ. ജഹറയിൽ നമ്മുടെ ഓസോണിന്റെ പുതിയ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അറബിക് പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാജകീയമായിട്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജഹറയിൽ വരുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ആദ്യത്തെ മലയാളം പടം നാളെ തൊട്ട് റിലീസാവുകയാണ്. കിങ് ഓഫ് കോത്തയാണ് ആദ്യത്തെ പടം. അപ്പോൾ മലയാളികൾക്ക് ജഹ്റയിലുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, വന്നൊരു മലയാളം പടം കാണണമെങ്കിൽ സുവർണ അവസരമാണ്. അപ്പോൾ ഇനി അവർക്കുള്ള ദിവസങ്ങളിൽ ഹിന്ദി പടങ്ങൾ, ഹിന്ദി തമിഴ് ചിത്രങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ ജഹ്റയിലെ നമ്മുടെ ഓസോണിന്റെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LT ഡ്രീംസ്. കുവൈറ്റിൽ ജഹ്റയിൽ പുതുതായി ഓപ്പണായ ഓസോൺ തിയേറ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് കേട്ടോ ജഹ്റയിൽ ബ്ലോക്ക് 4-ൽ ഹൈവാന മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഓസോൺ തിയേറ്റേഴ്സ് കേട്ടോ. അതിവിശാലമായൊരു പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഓർത്ത് ഇങ്ങോട്ട് വരുന്നവരാരും പേടിക്കേണ്ട. അതിന് തൊട്ടടുത്താണ് എക്സൈറ്റും ഗ്രാൻഡും എല്ലാം ഉള്ളത്. അപ്പോൾ അതാണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഓൺലൈനും ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് തിയേറ്ററിന് അടുത്തെത്താം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓസോൺ ജഹ്റയിലെ ഗോൾഡ് ക്ലാസ്സിലാണ് കേട്ടോ. അതായത് ലക്ഷറി ആയിട്ട് നമുക്കൊരു സിനിമ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഡൽഹിയിലും ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഇങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് കുവൈറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു തിയേറ്റേഴ്സ് വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗോൾഡ് ക്ലാസ്സിലെ സെറ്റിങ്സാണിത്. വളരെ സുഖമായിട്ട് കപ്പിൾസൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് രാജകീയമായിട്ട് തന്നെ നമുക്ക് ഒരു സിനിമ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ സെറ്റിങ്സൊക്കെ വളരെ എളുപ്പമാണ്. ഒരു ബട്ടണുണ്ട്, അത് ഞെക്കി കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് ഫുഡ് പൊങ്ങി വരും. അതുപോലെ തന്നെ നമുക്കൊരു ഫുഡ് വെക്കാനുള്ളൊരു ടേബിള്, അതുപോലെ തന്നെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് ജസ്റ്റ് കാണാൻ വേണ്ടി അവരുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ വന്ന് നമുക്ക് ഓർഡർ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഫുഡ് സെർവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ക്ലാസ്സിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സ്ക്രീൻ 1-ലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. സ്ക്രീൻ 1-ൽ നമ്മളെ ഇതാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാ പറയുക, ഒരേ ഒരു പാറ്റേണിലുള്ള കളർ സീറ്റിങ്ങും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിംഗ് ഒക്കെ ഇതാണ് വരുന്നത്. നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വലിയ രാജകീയത്വം ഇവിടെ ഇല്ല. പക്ഷേ നമ്മുടെ ഗോൾഡ് ക്ലാസ്സിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പറയുക, ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിരുന്ന് സിനിമ കാണുന്ന അതേ ഒരു ഫീലിൽ തന്നെ നമുക്ക് സിനിമ കാണാൻ സാധിക്കും. ഇരിക്കുവാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് തന്നെ ഇരുന്ന് നമുക്ക് സിനിമ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് 1-ാം ഹാളും 6 നമ്പർ ഹാളുമാണ് ഏറ്റവും വലുത്. പിന്നെ 2-3 ചെറുതാണ്. പിന്നെ ഒരെണ്ണം VIP റൂമാണ്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 8 KD VIP റൂമിന് വരുന്നത്. ബാക്കിയുള്ളതിന് 3.5 KD ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പം തിങ്കളാഴ്ച ദിവസം 50% ഡിസ്കൗണ്ടാണ്. അതായത് ഹാഫ് പ്രൈസേ ഉള്ളൂ. അപ്പം ആ ദിവസങ്ങളിൽ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ മലയാള സിനിമ നാളെ തൊട്ട് തുടങ്ങുവാണ്. അപ്പോൾ അതേണ്ട ജഹ്റയിൽ ഇങ്ങനൊരു സിനിമ നമുക്കൊരു കൊട്ടക വന്നിരിക്കുകയാണ്. അപ്പോൾ ജഹ്റയിൽ നമ്മുടെ ഓസോൺ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമ്മൾ കേത്താനും ഇപ്പോൾ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജഹ്റയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതെല്ലാം അടിപൊളി. ബാക്കി കാഴ്ചകളോടൊന്ന് കാണാം. അതാണ് നമ്മൾ അതേണ്ട ഓസോണിന്റെ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ കിങ് ഓഫ് കോത്തയൊക്കെ റിലീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ചിത്രങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ജഹ്റയിൽ നമുക്കൊരു തിയേറ്റർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുവൈറ്റുള്ള സിനിമാ പ്രേമികൾക്ക് സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. ശരിക്കും പുതിയൊരു തിയേറ്ററാണ്. അതിൻ്റെതായ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. VIP റൂം ഒരു രക്ഷയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഭയങ്കര രസമാണ്, നല്ല കംഫോർട്ടബിളാണ്, രാജകീയമായിട്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. അപ്പോൾ അതേണ്ട ഇതാണെങ്കിലും ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് സിനിമ കാണുന്നില്ല, കാരണം നമുക്ക് പറ്റുന്ന ചിത്രങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്ത ദിവസം ഇന്ത്യൻ ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ സിനിമ കാണാൻ വരുന്നതായിരിക്കും. हाँ भाई, कैसा भाई? हाँ ठीक है सर, आप कैसे हो? अच्छा है, आपका नाम?
राजू है। राजू है। रुद्रा सुदर्शन। ओके, साउंड कैसा है अजय? अच्छा है, अच्छा है, बहुत जबरदस्त है। अब हमारा हिंदी मूवीज आता है? आता है, मलयालम, तमिल, हिंदी तेलुगु पूरा आता है? पूरा। ओ सलमान शाहरुख खान का नया मूवी जवान अभी आता है, बस थोड़ा इंस्टाग्राम में फिल्म करने का, वो जहरा में सिनेमा थिएटर इतना आदमी अजनबी का हिंदी आदमी, हिंदी लोग का मलयालम क्यों नहीं डालेगा? इंस्टाग्राम ओजन सिनेमा इसका डालने का ना, पीपल एक्सेप्ट करेगा ना, कोई लोग को ये सब उसका पूरा इधर आता है, पूरा इधर आता है। हाँ, ओके ओके ओके। അപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജഹ്റയിലെ നമ്മുടെ ഓസോൺ തിയേറ്ററാണ്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞതെന്നു വെച്ചാൽ ഇങ്ങോട്ട് കൂടുതലായിട്ട് നമ്മുടെ ആൾക്കാർ വന്നാൽ മാത്രമാണ് ഒരുപാട് ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കൺസിഡർ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇവിടെ വരിക, ഒരു സിനിമ കാണുക. പുതിയ തിയേറ്ററും കാര്യങ്ങളും സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ്. അപ്പം എന്നാ ഇവിടെ ഉള്ളവർക്കും ഇച്ചിരി ദൂരമേ ഉള്ളൂ, അബാസിയെന്നൊക്കെ ഒന്ന് ചവിട്ടി പിടിച്ചാൽ ഇവിടെ എത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേണ്ടേ മലയാളം സിനിമയും ഹിന്ദി സിനിമയും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതേണ്ടേ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നു മലയാള സിനിമ നമുക്ക് എവിടെ പോയി കാണാൻ പറ്റുമെന്ന്. ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ കുവൈറ്റിലെ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.